എന്ത് ചായ വേണ്ടേ? വേണം. എനിക്ക് ചായ കുടിച്ചിട്ട് പോ. എവിടെ പോയി? അല്ല, ഇന്നലെ വീട്ടിൽ പോയി ഇറങ്ങിയപ്പം വീട്ടിൻ്റെ അതുവഴി പോണ ബസ് പോയി, 6:30 ബസ് പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പോകണ ഇല്ലേ, ആ ബസ് പോകണവരെ ഇവിടെ നിൽക്കുമോ? അതാ കറങ്ങി ചേച്ചി പറയണ കേട്ടല്ല, ഇതൊന്നുമേ കളിക്ക് പറയണൊന്നുമല്ല, എനിക്കെല്ലാം മനസ്സിലാവും. അളിയന് ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് ആഗ്രഹം. ബാലു, രാവിലെ വെറുതെ ഇരിക്കട്ടാ. ഇന്നലെ ഒരു അംഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വീണ്ടും തുടങ്ങിക്കോ രണ്ടും കൂടി. ഇനി വഴക്കിട, രണ്ടിനെ പിടിച്ച് ഞാൻ പുറത്താക്കും. ഭർത്താവിനെ പിടിച്ച് പുറത്താക്കുന്ന ഭർത്താവ് കുട്ടുമാമ നിർത്ത്. അച്ഛനെ പരിഹസിച്ചിരിക്കുന്ന അച്ഛന് ഇഷ്ടമുള്ളത് കുട്ടുമാൻ അറിയാലോ. അയ്യോ, അച്ഛനെ പരിഹസിച്ചപ്പോ അവനങ്ങ് കൊണ്ട്. പരിഹസിക്കട്ടടാ, കുടുംബത്തോടെ ഇങ്ങനെ തന്നെ. ആരെ കണ്ടാലും പരിഹാസം. അവർ വലിയ ആൾക്കാരാണ്, പക്ഷെ കാര്യത്തിലൊന്നുമില്ല. അതെന്താ അമ്മയുടെ കുടുംബത്തെ തീരെ തരം താഴ്ത്തി കളഞ്ഞ ശിവ? അല്ല, അമ്മയുടെ കുടുംബത്തിന്റെ പോരായ്മ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. അച്ഛൻ പറഞ്ഞുതരാ മക്കളെ പോരായ്മ. എങ്ങനെയെങ്കിലും ആരെ പറ്റിച്ചെങ്കിലും 10 പൈസ ഉണ്ടാക്കണം. പിന്നെ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കൂല. രാവിലെ ഉറക്കം ഒഴിക്കണതേ എങ്ങനെ മറ്റുള്ളവരെ കുഴിയിലാക്കാന്ന് ചിന്തിച്ചോണ്ടാണ്. അച്ഛാ, ആവശ്യമില്ലാത്തതും അംഗീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറയണ്ട. ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എടാ മക്കൾ, അച്ഛൻ പറഞ്ഞ പോയിന്റാണ്, വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ടോ. വേണ്ട, കൈയും കാലും ഒടിഞ്ഞു. എന്നിട്ട് പടവലം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കിയാ? അവർക്ക് കൃഷി, ആദായം, ഇതൊക്കെ ഒറ്റ ചിന്തയുള്ളൂ. കൃഷി ആദായം ഇല്ലെങ്കിൽ ഇവിടെ അടിക്കാൻ പറ്റും. ഇവിടെ എൻ്റെ അച്ഛനെ എന്നെ കൊണ്ടാണ് സങ്കടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കരഞ്ഞോണ്ട് പോയലടാ, കള്ളക്കണ്ണീര് ഒലിപ്പിച്ചോണ്ട്. എന്നിട്ട് എൻ്റെ കാലും കൈ ഓടിച്ച്. അവിടെ അല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കൂലടാ. തിരിഞ്ഞു നോക്കോ? അങ്ങനെ തിരിഞ്ഞു നോക്കിയാ? ആ കളവൻ തിരിഞ്ഞു നോക്കിയടാ. പിന്നെ ഒരു അമ്മായിയമ്മയുണ്ട്, അയ്യാ ഒന്നും പറയാതിരിക്കേണ്ട ഭേദം. കൈ ഓടിച്ച അവസ്ഥ കണ്ടിട്ടേ വല്ല നക്കാപ്പിച്ച തരണമെങ്കിലോ എന്ന് പേടിച്ചാണ് വരാത്തത്. അഴുക പന്ന കൂട്ടങ്ങൾ. മാമന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ ഞാൻ നാക്ക് വായിലിട്ടതേ ഉള്ളൂ. മാമ ഇരിക്കുന്നു. നീ ഇങ്ങനെ തുള്ളി കളിക്കുന്നു വേണ്ട, നീ തന്നെ അവിടെ ഇരിക്കും. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വേദനയാണ്, അവിടെ ഇരിക്കുക. മാമി എന്ത് വന്ന കാലം നിന്ന് കളഞ്ഞ ഇരിക്കണം. അയ്യോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പറ മാമി. ഇവിടെ എല്ലാരും പറഞ്ഞ് അവിടെ പണിക്കാരൻ നിൽക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വരൂലെന്ന്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാമനും മാമി എന്നെ കാണാൻ വന്നിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്കണം. മാമൻ ചായ എടുത്തോട്. കട്ടൻ ചായ ഇട്ടാ മതി. കട്ടൻ ചായ രാവിലെ വാങ്ങിച്ച പാലൊക്കെ അഭിഷേകം ചെയ്ത് തീർത്താ? മുടിയാ മകളെ വിഷ്ണു മുടി. ഡേ, അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ആവശ്യമുള്ള പാല് വാങ്ങിച്ചോ. ജംഗ്ഷനിൽ നിന്ന് ആട്ടോ ഓടിച്ചാണോ മാമന്ന്? മാമ ഒരു വാക്ക് പറയാത്തത്. ഞാൻ അവിടെ നിൽക്കില്ലായിരുന്ന മാമി. എന്തിന്? കയ്യും കാലും ഒടിഞ്ഞ് നിന്നെ എടുത്ത് വണ്ടിയെ കയറ്റി കൊണ്ടുവരാനോ? വയസ്സുകാലത്ത് ഞങ്ങൾക്ക് അതിനൊന്നും വയ്യ. മോളെ, അച്ഛനൊന്ന് കുളിക്കണം. ഡേ, മാമന് തോർത്ത് സോപ്പൊക്കെ എടുത്തോട്. മാമി എന്ത് താടിയിൽ കൈ വെച്ചിങ്ങനെ ഇരിക്കണത്? വെറുതെ. കാലിന് എത്രയുണ്ട് ഒടിവ്? 1. കൈക്കോ? 1 തന്നെ. എല്ലാം കൂടെ എത്ര ചെലവായി? പൈസയൊക്കെ ആരും നോക്കണം മാമി, ഒരുപാട് ചെലവായി. വെറുതെ ഇരുന്ന് ജോലി ചെയ്താൽ പോരെ? സമയത്തിന് ആഹാരം മുമ്പിൽ കൊണ്ടുതരും. പിന്നെ എന്തിനാ നീ ഓടി ചാടി നടക്കുന്നത്? അതുകൊണ്ടല്ലേ കാലൊടിഞ്ഞത്. ചുമ്മാ ഇരുന്ന് തിന്നുമ്പോ ഇങ്ങനെയൊക്കെ തോന്നും. അകത്തോട്ട് ചെല്ലണം മാമി. ഓ, അപ്പം വാ, അപ്പൂപ്പന് കുളിക്കാനായിട്ട് സോപ്പും തോർത്തൊക്കെ ഞങ്ങൾ എടുത്തുതരാം. ശരി, സൂക്ഷിച്ചു കൊണ്ടുപോണേ, പിള്ളേരെ കാര്യമാണ്. കൂടുതൽ ചാടാണിച്ചാലേ നീയാണ് തള്ളിയിട്ടത് ഞാൻ പറഞ്ഞു കൊടുക്കും. എടാ എല്ലാം കൂടെ വന്ന് ഇറങ്ങിക്കോളും. ചുമ്മായിരുന്നു തിന്നണ്. പറട്ട കിളവി. കുളിച്ചാ മാമ? കുളിച്ചടാ മാമ ഇരിക്കണം. നീ ഇങ്ങനെ നൊണ്ടു നടക്കാതെ എവിടെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കടാ. ഇല്ല, മാമനെ ഇരുത്തിയിട്ടേ ഞാൻ ഇരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ ഇരുന്നോളാം കേട്ടോ. വീണ് നടുപൊടിഞ്ഞല്ലോടാ. എന്ത് കുന്ത വടായി കൊണ്ട് ഇട്ടിരിക്കുന്നത്? മാമ ഞാൻ മാമൻ്റെ അടുത്ത് പറയാൻ വേണ്ടി. ഇവ നാളെ കൊല്ലും. മാമ, ഞാൻ മാമൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നേ. ഞാൻ കാലൊടിഞ്ഞ് കിടന്നപ്പോഴേ
ഞാൻ കാലൊടിഞ്ഞ് കിടന്നപ്പോഴേ എന്നെ കളിയാക്കാൻ വേണ്ടി അവൻ വേണ്ട ഈ വണ്ടി ഉണ്ടാക്കി തന്നു ഇരുന്ന് ഞെരങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. ആണോടാ? അയ്യോ കളിക്കാനും കളിയാക്കാനും വേണ്ടി ചെയ്തതൊന്നും അല്ല അച്ഛാ. അളിയൻ കാല് വയ്യാതെ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്തു കൊടുത്താണ്. ഇരുന്ന് തിറങ്ങുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ മുകളിലിരുന്ന് ഉരുണ്ടു പോകുന്നതാ. അവൻ ഒരു നല്ല കാര്യം ചെയ്തപ്പം എല്ലാരും കൂടെ അവനെ അങ്ങ് കുറ്റപ്പെടുത്തി. അമ്മ അവൻ ചെയ്യുന്ന കൂടുതൽ നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷെ ഇടയ്ക്കൊക്കെ അവന് കുസൃതിയുണ്ട്. കുസ്തൃതി അവൻ അങ്ങനെ കുസൃതി ഒന്നും കാണിക്കില്ല. അങ്ങനെ പറഞ്ഞോടമ്മ. അങ്ങനെ പറഞ്ഞിടമ്മ. എന്നാ ഇവ ഒരു കുസൃതി ഒപ്പിച്ച് മാമനും കേള്. ഇവിടുത്തെ പിള്ളേരോടെ ചേർന്നുകൊണ്ട് ഇവൻ കള്ളക്കുഴി കുഴിച്ച് എന്നാലും തള്ളിയിട്ട് അങ്ങനെയാണ് കാലൊടിഞ്ഞത്. ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാലൊടിഞ്ഞ വിവരം ഞാൻ പറഞ്ഞ അടുത്ത് പറഞ്ഞില്ലല്ലേ? പുറത്ത് പറഞ്ഞ നാണക്കേടാണ്. അളിയനെ കുഴി തള്ളിയിട്ടെന്ന് പറയും. അയ്യേ ശ്രീകുട്ടാ, സംഭവം അങ്ങനെയൊന്നും അല്ല അച്ഛാ. പിന്നെ അങ്ങനെ അവിടെ പിള്ളേർ കളിച്ചോണ്ടിരിക്കുമ്പോ അവര് കുഴി ഒഴിച്ച് കളിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അളി അതിന്റെ ഇടയിൽ ഒന്ന് കയറി. നീ എന്തിനു മാല കുട്ടികൾ കളിക്കുന്നിടത്ത് പോണേ? നിനക്ക് നിന്റെ ജോലി ഇവിടെ ഇരുന്ന് ചെയ്താ പോരെ? പിന്നെ അല്ലാതെ അമ്മ നമ്മളെ കളിക്കാനും സമ്മതിക്കൂല. അയ്യോ പിന്നല്ലാതെ അമ്മ കളിക്കാനും സമ്മതിക്കില്ല. കൊച്ചുകുട്ടി താടി വളർത്തി നടക്കേണ്ടവൻ. ഇവന്റെ പ്രായം എത്ര ആയി? അവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അടുത്ത നിന്റെ പരിപാടി എന്താ? എൻ്റെ പരിപാടി എന്താടി ചുമച്ചളഞ്ഞ നീ? എൻ്റെ പരിപാടി ആശുപത്രിയിൽ പോകണം, ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് കളയണം. അത് ഇളക്കിക്കോ. നല്ല ആരോഗ്യമുള്ളപ്പോഴേ നിനക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ കൈയും കാലും ഒടിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തോ ചെയ്യാനാ? ആ മതി മതി. അല്ല നീ എന്നാ ഇനി ഇളക്കാൻ പോകുന്നത്? ഇളകണം. എപ്പോ ഇളകണം മാമ. ഇല്ല ഇളക്കണ്ട, ഇത് കൊള്ളാം. ഇങ്ങനെ അങ്ങ് നടന്നാ മതി. നീ അങ്ങനെയൊന്നും പറയല്ലേടാ മോനെ. അങ്ങനെ പറഞ്ഞോടാ അമ്മായി. അത് തന്നെ ആനന്ദൊന്നും പറഞ്ഞ അവൻ അങ്ങ് നടക്കും. മാമ മതി മതി. വേഗം അടുക്കളയിലോട്ടിയല്ലേ. ഇവിടെ വാല പിടിച്ചോണ്ടിരുന്നാലേ ഉച്ചയ്ക്ക് എന്തോ എടുത്തിട്ട് കഴിക്കും. ഒരു കണക്കിന് അടുക്കളയിൽ നിൽക്കുന്നത് തന്നെയാ നല്ലത്. ഇവിടെ നിന്നാ ഓരോന്ന് കേൾക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു പോവും. ആദ്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാന്നേ. വാമേ ആദ്യം മൂത്ത് തട്ടിപ്പോയിരുന്നാ മതി. എന്താ? അല്ല നേരത്തും കാലത്തും വല്ല ഉണ്ടായി തന്നെങ്കിൽ കഴിക്കാരെന്ന് പറയാൻ. ആ പോടാ ഇതാടാ. പോട്ടാന്ന് ചോദിച്ചിട്ട് പോണം. ആ വീട്ടിലെങ്ങനെ ഇടം വല്ല തിരിയാൻ സമ്മതിക്കില്ല അമ്മ. സ്നേഹം കൊണ്ട് വീർപ്പ് കൂട്ടിക്കായിരിക്കും. എന്നെ പോലെ തന്നെ. ഈ പാത്രം കഴുകലും ആഹാരം വയ്ക്കലും ഓഫീസിലെ കണക്കെഴുത്തും എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നിനക്ക് രണ്ട് പറ്റി കഴിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ മോളെ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല നിന്റെ ഇപ്പോഴത്തെ ചന്തം കണ്ടുകൊണ്ട് ചോദിച്ചതാ. എന്താണ് ചന്തത്തിന് കുഴപ്പം? നല്ല ചന്തം, ആര് കണ്ടാലും ചോദിക്കും. ഈ കോലത്തിലൊന്നും നാട്ടിലേക്ക് വന്നേക്കരുത്, നാട്ടുകാർ എന്നെ തെറി വിളിക്കും. എന്തിനാ തെറി വിളിക്കണേ? പലരും പണ്ടേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അന്ന് നെഞ്ചത്തടിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഇപ്പം നാട്ടുകാർ ചോദിച്ചു തുടങ്ങി ഞങ്ങൾ അന്ന് പറഞ്ഞത് ഭവാനിയമ്മയും പിള്ളച്ചേട്ടനും കേട്ടോന്ന്. ഇതെന്താ അമ്മൂമ്മ ഇങ്ങനെ പറയണേ? അമ്മൂമ്മ എപ്പോ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയണേ. ഒന്നില്ലെങ്കിലും അച്ഛൻ അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ട് നല്ല തന്നെയല്ലേ സംഭവിച്ചണേ? അമ്മൂമ്മക്ക് ഇത്രയും കൊച്ചുമക്കളെയൊക്കെ കിട്ടിയില്ലേ? ഓ കൊച്ചുമക്കളെ കിട്ടി, അതിലൊന്ന് പാഴായി പോയി. അതിൻ്റെ ഇടയിൽ എനിക്കിട്ടതാണ്. നിനക്കിട്ട് താങ്ങിയതൊന്നും അല്ല, എനിക്ക് തന്നെ ഇപ്പോൾ താങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ ആരെങ്കിലും ഒന്ന് താങ്ങിയാൽ മതിയെന്നും പറഞ്ഞാൽ ഞാനിരിക്കുന്നു. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, മുട്ടും വയ്യ. അതൊന്നും ശ്രദ്ധിക്കാൻ മക്കളും മരുമക്കളും ഭർത്താവിനും ഒന്നും സമയമില്ല. കെട്ടിയവനാണെങ്കിലോ വാ തുറന്ന എന്നെ ചീത്ത വിളിക്കുക. ചീത്ത വിളിക്കുന്നതല്ലോ, നീ വിളിപ്പിക്കുന്നതല്ലേ. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഭാര്യ ചീത്ത വിളിക്കുന്ന ചരിത്രം നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്തിനാ അപ്പൂപ്പ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ അമ്മൂമ്മേനെ ചീത്ത പറഞ്ഞേ? അത് പിന്നെ കെട്ടിക്കൊണ്ട് അന്ന് തന്നെ എൻ്റെ മുഖത്ത് നോക്കി അവള് പറയുക എൻ്റെ അമ്മ നിറവില്ലാത്തവളാണെന്ന്. എവളെ പിന്നെ ചീത്ത പറയില്ലാതെ എന്തോ ചെയ്താൽ മതിയാകും. പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കണ്ട. ചില്ലറയൊന്നും അല്ല നിങ്ങളുടെ അമ്മ എന്നെ കഷ്ടപ്പെടുത്തിയത്. ഒരിക്കൽ ചോറ് വെച്ചപ്പോഴേ കഞ്ഞി വെന്തു പോയെന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച ചൂട് കഞ്ഞിക്കകത്ത് മുക്കിയെന്നേ. കണക്കായി പോയി. എന്നിട്ട് ഈ കുട്ടമ്പള്ളി ഒന്നും മിണ്ടിയില്ല. അപ്പൊ പേടിയല്ലേ അമ്മയെ? ഭയങ്കര പേടിയാ. പുന്നാര മോന് പടവലം വീട്ടിൽ തങ്കച്ചിയമ്മ എന്ന് പറഞ്ഞാ നാട്ടില് രാജ്ഞിയല്ലായിരുന്നോ? എന്റെ ദേവി ഒന്നും പറയണ്ട. അടി നാക്ക് നീട്ടണ്ട. വല്ല വേവിച്ചുണ്ടാക്കുന്നതിൽ ഉണ്ടാക്ക്. നീ എൻ്റെ വാങ്ങിക്കും കേട്ടോ. അമ്മേ അമ്മ അപ്പുറത്തേക്ക് വെക്കും, ഞാൻ ഉണ്ടാക്കിക്കോളാം. പണ്ടൊക്കെ കനാലിലും പാടത്തും ഒക്കെ എന്തൊക്കെ മീനുകളായിരുന്നു. വരാല്, മുഷി, കാരി, കൂരി, പൂഞ്ഞാൻ, അങ്ങനെ എന്തെല്ലാം. ഒരു നല്ല തവളെ കണ്ടിട്ട് തന്നെ എത്ര കാലമായി. ഇത് എന്തുവാടാ ഇത്? അവിടെ ഇരുന്ന് ബട്ടർഫ്ലൈസിനെയും ഇപ്പം കാണാനില്ല അല്ലേ അപ്പൂപ്പ? ഓ അവിടെ ഇവിടെയൊക്കെ പറന്ന് നടക്കുന്നത് കാണാം. നെയ്യാറ്റിക്കരയുണ്ട്. എന്തോന്ന് അവളാ. ആ അല്ല നിനക്ക് പണിയൊന്നും ഇല്ലടാ, കൈ വേഞ്ഞിട്ട് ചെയ്യാത്തതാണോ? അതോ ഓ അപ്പൂപ്പ ഒറ്റയ്ക്ക് പണി ഇഷ്ടം പോലെ കുന്നുകൂടി കിടക്കണം അമ്മ. പിന്നെന്താ? ഇഷ്ടം പോലെ വർക്കും പെൻഡിങ് ഉണ്ട്. കൈ വയത്തോണ്ട് ചെയ്യാൻ വയ്യ.
അല്ല പൈസയൊന്നും ഇപ്പം ഇല്ല. സ്പെയർ പാർട്സൊക്കെ വാങ്ങിച്ചാലേ കൃത്യസമയത്ത് പണി ചെയ്ത് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരറ്റം പിടിക്കുമ്പോൾ ഒരറ്റം വിടും, ആ അറ്റം പിടിക്കുമ്പോൾ ഈ അറ്റം വിടും. മാമൻ പറഞ്ഞ പോലെ ഇതാണല്ലോ അറ്റം, അല്ല ജീവിതം. ഞാനെന്നാ അങ്ങനെ പറഞ്ഞത്? മാമയല്ല, രാഘവ മാമൻ പറഞ്ഞ് ചത്ത് മോളെ നിൽക്കണ്. അല്ലെങ്കിൽ നല്ലവർക്കൊന്നും ഭൂമിയിൽ അധികാരം ഇല്ലല്ലേ, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും. ആ ഈടാ നീ എന്തിനാ കരയുന്നേ? എടാ ഈ കൈ ഒടിയുന്നതൊക്കെ ജീവിതത്തിൽ സാധാരണമല്ലേടാ, എന്തിനാ നീ കരയുന്നേ? ഞാൻ ഒന്നും ആയില്ലല്ലേ, പിള്ളേരാണെങ്കിൽ കൊച്ചു പിള്ളേർ, പറക്ക പറ്റാത്ത പിള്ളേർ. ഞാൻ ഒന്നിനൊന്നിനെ താഴ്ന്നു പോണു മാമ. എല്ലാവരും കൂടെ എന്നെ ചവിട്ടി തേച്ച് കളഞ്ഞ്. എനിക്കൊന്നും വരട്ടെ മാമ. ഒരു കാര്യം പറയാല്ലേ, എൻ്റെ അച്ഛൻ ഇല്ലാത്ത കുറവ് മാമയിലെ നികത്തണ. അച്ഛൻ ഇപ്പോൾ ഇവിടെ എന്നെ കാണാൻ വന്നില്ലല്ലേ. നീലുവിൻ്റെ അച്ഛനായിട്ടല്ല ഞാൻ കാണുന്നത്, എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. എന്താടാ കാലു, എടാ കരയാതാ, കണ്ണു തുറക്കടാ, കരയാതെ. ഞാൻ വീട് വെക്കിട്ടോ മാമ, ഞാൻ ഇതുവരെ വീട് വെച്ചില്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ വെക്കടാ. എനിക്കറിയാം, ഞാൻ വീട് വയ്ക്കാൻ തുടങ്ങിയ മാമ സിമന്റും കമ്പിയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇറക്കി തരും. എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരില്ല. എനിക്കെല്ലാം എൻ്റെ മാമ നോക്കും. എത്രത്തോളം വിഷമുണ്ട് മാമ. കരഞ്ഞോടിക്കാൻ ചെയ്യുന്നത് വിഷമം വന്നറിയാം ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ടൊരടുത്ത് കടുപ്പമുള്ള വിഷമങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും. ഇതാ എന്നോട് വരാത്തത്. ഒന്നുകിൽ ദേഹം മുഴുവൻ തുപ്പി മാറ്റിക്കും, അല്ലെങ്കിൽ മൂക്കള പിഴിഞ്ഞ് തോർത്തലൊക്കെ തേക്കും. എന്താണ് അച്ഛൻ്റെ മുമ്പിൽ ഒരു കരച്ചിലും വീഴ്ചിലും? വല്ലതും നടക്കുമോ? കരിങ്കലിൻ്റെ മുമ്പ് കരഞ്ഞു വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാടാ. കരിങ്കല്ലാന്നറിയെങ്കിൽ പിന്നെ മുമ്പിൽ നിന്ന് കരയണമെന്നില്ല. അയ്യോ, വെറുതെ ഒന്ന് കരഞ്ഞു നോക്കിയത് എവിടെ? ഇനി വല്ല കൂടെ കൊണ്ട് അടിച്ചിളക്കണം, എന്നാലും അങ്ങനെ മനസ്സിളകുള്ളൂ. അച്ഛനൊരു അവസരം നോക്കി നടക്കുകയാണ് അടിച്ച് പൊട്ടിക്കാൻ. കൂടുതൽ ഒരുപാട് അങ്ങ് അടുത്ത് കയറുന്നെന്ന് കഥ പറയാനൊന്നും നിൽക്കണ്ട. നീ പാടാടത്, ഞാൻ മാമനെ വളച്ച് കയ്യിലെടുത്തോളാം. എന്ത് നോക്കണേ? നീ കയറി ഇടയിൽ നിന്നും ആരോഗ്യരുതാ മതി. അതെ, 42 വർഷം കൊണ്ട് എൻ്റെ അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനൊരു വഴിക്ക് കൊണ്ടുവരാൻ. ഇതുവരെ ഒരു വിരലൊന്നും അനക്കാൻ പറ്റിയിട്ടില്ല. ദൈ ശ്രീകുട്ട, എത്ര വിഷമുള്ള പാമ്പും കീരിയെ കണ്ടാൽ പത്തി മടക്കും. എത്ര ഞൊണ്ടിയിട്ടും അകത്തുള്ള വിഷമൊന്നും താഴോട്ട് ഇറങ്ങി പോണില്ലല്ലോ. നീ നോക്കിയോടാ, ഇതിനൊക്കെ നിൻ്റെ അടുത്ത് ഞാൻ പാരം വിട്ടു എണ്ണിക്കും. അമ്മായി ധൈര്യമായിട്ട് നോക്കിക്കോ, അതിലൊന്നും പുരണ്ടിട്ടില്ല. നീ നിന്ന് തുള്ളാതെ അവിടെ അങ്ങനെ പോയിരിക്കടാ. നിനക്ക് ഇതിനു മുമ്പ് ഇതുപോലെ ഒടിവ് പറ്റിയിട്ടുണ്ടോ? എന്താ അമ്മായി അങ്ങനെ ചോദിച്ചത്? അല്ല, ചട്ടി നടക്കാൻ നല്ല ബാലൻസ്. നിന്റെ അച്ഛനും അമ്മയൊന്നും വന്നില്ലേ? വരും വരും. എന്ന് വരും? കളറാ ഈ ചെറുക്കൻ്റെ കാര്യം. പ്ലാസ്റ്ററൊക്കെ കഴിച്ചെല്ലാം ഭേദമായിട്ട് വരും അല്ലേ അളിയാ? അമ്മേ, തിരുവനന്തപുരത്ത് നിന്ന് വരണ്ടേ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവിടെ നിന്ന് ഇവിടം വരെ വരുന്നത്. അയ്യോ, എന്തോന്ന് ബുദ്ധിമുട്ട്, ഒരു കാറ് പിടിച്ചിങ്ങ് വന്നാൽ പോരെ. അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാകില്ലേ? മാധവൻ തമ്പിച്ചേട്ടൻ അങ്ങനെ അനാവശ്യമായിട്ട് കാശൊന്നും കളയില്ലല്ലോ. ആവശ്യത്തിനും കളയൂല. അമ്മായി എപ്പോൾ പോകണം? പതുക്കെ പോകുന്നുള്ളൂ. ഞാൻ 2 ദിവസം നിൽക്കാൻ വേണ്ടി തന്നെ വന്നത്. സന്തോഷം, സന്തോഷമായി. തമ്പിച്ചേട്ടൻ വിളിക്കാറുണ്ടോ ഇങ്ങോട്ട്? പിന്നെ വിളിക്കാറുണ്ടമ്മേ. എപ്പോൾ വിളിച്ചു? ഇന്നലെ വൈകിട്ട് വിളിച്ചിരുന്നു. അച്ഛൻ എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെയല്ലേ വിളിക്കൂ, നമ്മളെപ്പോൾ വിളിക്കൂലല്ലോ. അതെന്താ തമ്പിച്ചേട്ടൻ വിളിക്കാത്തെ? അച്ഛനും മോനും തമ്മിൽ പിണക്ക? അയ്യോ, പിണക്കൊന്നുമില്ലേ? പോ. പിണക്കം ഇല്ലാതിരുന്നാ കൊള്ളാം. ബാല, നിനക്ക് സഹോദരങ്ങൾ എണ്ണമില്ലാതെ കിടക്കുക. ഉള്ള സ്ഥലങ്ങളെല്ലാം നിന്നെ അറിയിക്കാതെ അവരെ എഴുതി വാങ്ങാതിരുന്നാ കൊള്ളാം. അയ്യോ, എൻ്റെ സഹോദരങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല. അമ്മ, എന്താടാ? നമ്മുടെ ബന്ധുക്കാരുടെ ആരുടെ കല്യാണത്തിന് അളിയൻ്റെ അച്ഛനെ വിളിച്ചില്ലായിരുന്നു? ആ അപ്പോൾ വന്നായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല. ആ
വരുന്നൊക്കെ തമ്പിച്ചേട്ടൻ പറഞ്ഞിരുന്നു. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ. 4 ആള് കൂടുന്നിടത്ത് പുള്ളി വരത്തില്ല. അഥവാ വരണമെങ്കിൽ വീട്ടിൽ ചെന്ന് വെറ്റിലേം താമ്പാളം വെച്ച് സ്വീകരിക്കണം. പഴയ പ്രതാപിയല്ലേ. നെയ്യാറ്റിൻകര കുടുംബക്കാരെന്ന് പറഞ്ഞ ആരാ? പടവല കുടുംബം അത്ര മോശമുള്ള കുടുംബമൊന്നും അല്ലല്ല. പിന്നെ അമ്മായിരെ കുടുംബം, ചോനറത്തല വീട്, കുറേ കേൾപ്പിച്ച വീടല്ലേ, പേര് കേൾപ്പിച്ച വീടല്ലേ. ഹരിപ്പാട് ചെല്ലണം, അവിടുത്തെ ആൾക്കാർ അമ്മായിരെ കുടുംബത്തിനെ പറ്റി പാട്ടും പാടി നടക്കണതാണ്. ഭവാനി ഇവിടെ വാ. മാമൻ വിളിക്കുന്നു. പാടി ഇവിടെ കാലിറക്കി വൈ ഇനിയെങ്കിലും. ഇങ്ങോട്ട് പാടി. അയ്യോ തട്ടിക്കൊണ്ടേ പോവൂ. ഏണ മുള്ളും മുനയും വെച്ചല്ലാതെ ആ കിളവി ഒരു വാക്ക് സംസാരിക്കില്ല. കിളവി എന്ന് വിളിക്കല്ലേ. കിളവി പേര് ഭവാനി, വല്ല ഡാഗിരി എന്നല്ല ഇടാ. കുട്ടമ്പിള്ള കുട്ടമ്പിള്ള കുട്ടൂസ ഇത് ഡാഗിരി ചേതടാ. നീ ആര്? ഏതാര്? ചുട്ടാപ്പി. ആര്? നിങ്ങൾ ഇത് എങ്ങോട്ടാ? ഞാനേ ഇതുവഴി നേരെ നടന്നങ്ങ് വീട്ടിലോട്ട് പോകുന്നു. എന്താ നീ വരുന്നോ? ഇവിടെ 11 വെട്ടോന്നുണ്ടല്ലോ. നീ 90 കണ്ണു തുറക്കും കേട്ടോ. ഇതെന്തോന്നാ ഇത്? വടക്കേപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കൈ വെട്ടും കാല് വെട്ടും 90 കഴിഞ്ഞ കണ്ണു തുറക്കൂ. എന്തായാലും ഞാൻ 90 വയസ്സ് വരെ കാണില്ല. നീ എല്ലാം കണ്ടിട്ടും കേട്ടിട്ട് പോയി പോകൂ. എന്താ സംശയിക്കുന്നത്? ഞാൻ കുറെ അനുഭവിച്ചിട്ടേ പോകുമെന്ന് പറയാൻ വന്നതല്ലേ. ഈ ഇടയായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ട്. ശപിച്ചോ, എന്നെ തന്നെ ശപിച്ചോ. എന്തോ നമ്മ ഇത് അളിയനൊക്കെ കേട്ടാൽ മോശമാണ്. ഇപ്പം എന്താണ് പ്രശ്നം? പ്രശ്നം നിന്റെ അമ്മയുടെ നാക്ക് തന്നെ. നിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് വിഷമം തോന്നിയില്ലേ? അതുപോലെ അവനും തോന്നൂല്ലേ? ആർക്ക്? ബാലുവിന്. എടി നീ ബാലുവിനെ ആ മാസം തമ്പി ഓരോന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് അവന് മനസ്സിലാവും. എടി അവൻ തിരിച്ചു പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെ. എടി എന്തിനാടി ഉള്ള ബഹുമാനം കളയുന്നത്? അച്ഛാ അങ്ങനെയൊന്നും പറയണ്ട. അവസരം കിട്ടുമ്പോൾ അളിയൻ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ശരിക്കും പറയാറുണ്ട്. ഓ എടാ അവൻ വെറുതെ പറയുന്നതല്ലേ. അവൻ പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. അവൻ ശുദ്ധനാ. അവൻ നന്നാവാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഓ അവൻ അമ്മയില്ലല്ലോ. നീ അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാലേ എല്ലാം ശരിയാവത്തുള്ളൂ. എടി 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 ചിണിനാറ പൊടിയാത്. അമ്മ ഇങ്ങോട്ട് പറഞ്ഞമ്മ, വെറുതെ ഒന്ന് കരയാതെ. ഞാൻ ഇനി ആരുടെ അടുത്ത് ഒന്നും പറയാൻ വരുന്നില്ല. ഞാൻ മിണ്ടാത്ത എന്താന്ന് പിന്നെ ചോദിച്ചോണ്ട് വന്നേക്കരുത്. ചായ മേ ചായ കുടിക്ക്. ചേച്ചി ചായ ഇട്. അമ്മായി അമ്മായിയേ ചായ എടുത്ത് ആ ഡേ ഡേ ഭവാനി ഞാൻ ഇറങ്ങുന്നേ. അയ്യോ ഇവിടെ നിർത്തിയിട്ട് പോകണം. ആ നീ മറ്റന്നാളങ്ങ് വരണം. ഇവിടെ കയറി പുറത്തോളരുത് കേട്ടോ മക്കളെ. അപ്പോൾ പിന്നെ ഇറങ്ങട്ടെ. വരാ അപ്പൂപ്പ എന്ന് പറ മക്കളെ. ആ ഇതൊന്നും വേണ്ടടാ. എൻ്റെ കയ്യിലുണ്ട്. നീ വെച്ചോ നീ വെച്ചോ നീ വെച്ചോ. നാളെ എത്ര പണിക്കാർ അവിടെ വരും അറിയാൻ പറ്റില്ല. എൻ്റെ കാശുണ്ട്. നാളെ അവിടെ എത്ര പണിക്കാർ വരും അറിയാൻ പറ്റില്ല. വെക്കണം വെക്കണം. ഓ ഇനിയിപ്പം എൻ്റെ ഉണ്ടടാ ഇവൻ ഇങ്ങനെ ഒരു അമ്മേ ചായ കുടിക്ക്. അപ്പൊക്ക് എന്ത് പറ്റി? അമ്മായിയേ ചായ എടുത്ത് കുടിക്കണം. ഏ ചായ വേണ്ട കണ്ടിട്ട് പൊടി. എനിക്ക് തിരുപ്പ് കേട്ടില്ലേ? എന്ത് പറ്റി അമ്മേ? അമ്മയ്ക്ക് ബാധ കയറി നിൽക്കുന്നത് പോയിട്ടില്ലേ? ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പം ഏ ഭവാനി നീ എന്താടി വിളിച്ച മിണ്ടാത്ത? ഒരടി വെച്ചു തന്നാണല്ലോ. അച്ഛൻ എന്താ ചെയ്ത്? അമ്മേ വിട്, അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ. അതാണ് സന്തോഷം. അടിച്ച് കൊല്ലട്ടെ. നീ എവിടുത്തെ കാര്യമാണ് വിവരദോഷി? എനിക്കൊരു വിവരദോഷവും ഇല്ല. നിങ്ങളല്ലേ പറഞ്ഞത് ആവശ്യമില്ലാതെ ആരോടും ഒന്നും പറയരുതെന്ന്. എടാ ബാല, ഞാൻ നിന്നെ ഓരോ കാര്യത്തിനും ഉപദേശിക്കുന്നത് നിനക്ക് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല അമ്മായി. അവനില്ലാത്ത വിഷമം ബാക്കിയുള്ളവർക്ക്. കുറുകയും പോകാൻ വയ്യ, നീളയും പോകാൻ വയ്യ. ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി അന്ന് തുടങ്ങി കഷ്ടകാലം എനിക്ക്. മോളെ നീലു, ഞാൻ അവൻ്റെ അടുക്ക സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? നീ അല്ലേ അച്ഛനോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? എന്താ അങ്ങനെ പറയണേ? അച്ഛൻ അതുകൊണ്ടാണ് എന്നോട് ഇത്ര ദേഷ്യം. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അച്ഛൻ്റെ അടുത്ത്. ഇനി ഭർത്താവിന്റെ എന്തെങ്കിലും കുറ്റം പറഞ്ഞോട് നീ അങ്ങ് പടവലത്തുവാ. അന്ന് എന്റെ ചെവിടെ അടിച്ചു പൊട്ടിക്കും ഞാൻ. ഞാനെന്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അമ്മേ? എനിക്കറിയാം, ഞാനിവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല. അമ്മായി ഞാൻ നീ എന്താടാ കഥകളി കാണിക്കുന്നേ?
നോക്കിക്കോ, ഞാൻ ഇനി ഇവിടെ വരത്തില്ല. എന്നെ കാണാൻ ആരും അങ്ങോട്ടും വരണ്ട. ഞാൻ ചത്തു കിടന്നാ പോലും. മായി അമ്മ ഒന്ന് മിണ്ടായിരിക്കണം അമ്മ. ഇവിടെ നാക്കാരെങ്കിലും പിഴുതെടുത്തെങ്കിൽ നന്നായേനെ. അവിടെ ജോലിക്ക് വന്ന പണിക്കാരെ വെറുപ്പിച്ച് വിട്ടവളായവള്. നീ അങ്ങോട്ട് വാ. നീ ഇവിടെ നിന്നല്ല ഒരിടത്തും പോകാൻ പറ്റാത്ത വിധം ആക്കിത്തരാൻ നിന്നെ ഞാൻ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ ഹരിപ്പാട്ട് പോവുക. റിപ്പോർട്ട് നാട്ടുകാരെ അറിഞ്ഞ് എന്തോന്ന് പറയും. ഒന്നാമത് മനസ്സമാനത്തോടെ ജീവിക്കണം വീട്ടുകാർ നമ്മൾ. അയ്യോ മാമി കരയണ്. പോട്ട് മാമ. എന്താ ചെയ്ത് മാമ വിഷമിക്കാതെ. മാമത്തിനാണ് വിഷമിക്കണം. എനിക്കറിയാം മാമ എൻ്റെ കാര്യം ആലോചിച്ചാണ് മാമ വിഷമിക്കണം. കാലൊക്കെ ശരിയായിട്ട് മാമ, ഞാൻ നന്നായിക്കോളാം. നിന്റെ കാര്യം ഓർത്തല്ലടാ മോളെ. അച്ഛൻ ഇത്രയും കാലം അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും നിന്റെ അമ്മ എന്താടി നന്നാവാതെ. അച്ഛൻ പോണോ അച്ഛൻ? പോട്ടെ. പോയത് എരുതിയിലെണ്ണൊഴിക്കാൻ വേണ്ടിയിരിക്കുക. മാമി കരയുണ്ട്. മാമി ഇതെല്ലാ കുടുംബത്തിലുള്ളതാണ്. ഇവിടെ ഒഴിച്ച് എല്ലാ കുടുംബത്തിലുള്ളതാണ്. ഇത് ഇങ്ങനായി ഭർത്താവിന് ദൈവത്തിനെ പോലെ കരുതണ്ടേ മാമി? മാമി ഇത് ഇങ്ങനെ ഇത് കണ്ടല്ലേ അവള് പഠിക്കണേ. അയ്യോ മാമി ചിരിച്ചു, മാമി ചിരിച്ചു.